ഗൈസ്, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ആയി എന്ന് നോക്കിയാലോ. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ഓഫീസിൽ പോകുമ്പോൾ ഇടുക. അധികം ഫൗണ്ടേഷൻ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ജസ്റ്റ് എൻ്റെ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് കൺസീൽ ചെയ്യും, അത്രേ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ. ഞാൻ സൺസ്ക്രീൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല, പക്ഷെ അതൊക്കെ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ നമുക്കൊരു ലിപ് ബാം ഇടാം. ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ലിപ് ബാം, ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഈ ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലിപ് ബാം ഇട്ടു. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കൺസീൽ ചെയ്യാം. ഈ ഡാർക്ക് സർക്കിൾസ് ഇവിടുത്തെ ഇത് മാത്രം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ചെയ്യുന്ന ഓറഞ്ച് കളർ വെച്ചിട്ട്, കാരണം നമ്മുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ എൻ്റെ ഈ ഡാർക്ക് സർക്കിൾസിന് ഓറഞ്ച് വെച്ചിട്ട് കൺസീൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എന്ത് ചെയ്യണം, ഓറഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇച്ചിരിയേ ഇടാവുള്ളൂ. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കേക്ക് ആയി പോകും. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ലൈൻസ് ഒക്കെ ഭയങ്കര വിസിബിൾ ആവും. അതിങ്ങനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഓറഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഇച്ചിരി ഓറഞ്ച് കളർ വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്യാം. ഓറഞ്ച് വെച്ചിട്ട് കറക്റ്റ് ചെയ്തു. കണ്ടോ? ഇത് നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന പോലത്തെ ഒരു കളർ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേളിൽ, ഓറഞ്ചിൻ്റെ മേളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കുറേ ആൾക്കാർ കോമ്പാക്റ്റ് ഇതിൻ്റെ മേളിൽ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ മുകളിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. അതാകുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യൂല. നമ്മൾ കൺസീൽ ചെയ്തു എന്നുള്ളൊരു ഡിഫറൻസ് നമുക്ക്. പൗഡർ വെച്ചിട്ട് ഞാനിത് K-Beautyൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇത് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പൗഡർ നമുക്ക് അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സ്പഞ്ച് വെച്ചിട്ടാണെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാൻ ഇത് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്കത് കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടി എളുപ്പവും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട്. എനിക്ക് ഒന്ന് സ്പഞ്ച് വെച്ചിട്ട് ചെയ്താലും നന്നായിരിക്കും. എന്നിട്ട് ഞാൻ ജസ്റ്റ് സെയിം പൗഡർ വെച്ചിട്ട് ഐ ഷാഡോ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ എനിക്ക് ഐ ഷാഡോ ഇല്ല. അതുകൊണ്ട് ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യില്ല. എൻ്റെ ഐ ഷാഡോ പൊട്ടിപ്പോയി. അപ്പം ഞാൻ ചെയ്യാമെന്ന് വെച്ചാലും ഐബ്രോ പെൻസിൽ, ഐബ്രോസ് ചെയ്യുന്ന സാധനമാണല്ലോ ഇത് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോസ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഐബ്രോസ് വരയ്ക്കുന്ന ഇതിൽ ബ്രൗൺ കളറുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇവിടെ ഒന്ന് ബ്രൗൺ ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ ഐബ്രോസ് എഴുതാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഐബ്രോസ് എഴുതി നോക്കണം. ഐബ്രോ എഴുതി കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് ഭയങ്കര ഒരു ഡിഫറൻസ് വരും. ഞാൻ പണ്ട് ഐബ്രോസ് എഴുതാറില്ലായിരുന്നു, പക്ഷേ ഞാൻ എഴുതാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഐബ്രോസ് എഴുതാണ്ട് എങ്ങും പോകാൻ പറ്റൂല. ഒന്നാമത്തെ കാര്യം ആ പഠിച്ചിട്ട് ഐബ്രോയേ ഉള്ളൂ. ഐബ്രോ എന്തായാലും എഴുതണം. ഇനി നമുക്ക് ഐബ്രോ എഴുതാം. എനിക്ക് നല്ല ഞാനൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ഐബ്രോ എഴുതുക. കണ്ടോ? ആ രണ്ട് ഐബ്രോയിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ്. ചില ആൾക്കാർക്ക് ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കോട്ടെ, എഴുതിയതാ അപ്പം എഴുതിയതാന്ന് തോന്നും. നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. കണ്ട് എഴുതുന്നത് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഈ ഒരു പാലറ്റിൽ തന്നെ ഒരു ബ്ലാക്ക് കളറിലെ ഒരു പൗഡർ ഉണ്ട്. ഞാൻ അത് വെച്ചിട്ട് ജസ്റ്റ് ചുമ്മാ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കും. കുറച്ച് മെസ്സി ആയിട്ടൊക്കെ ഇരിക്കുന്ന എനിക്കിഷ്ടം. അതുകൊണ്ട് വേണേൽ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തും വിടാം. എനിക്ക് കുറച്ച് മെസ്സി ആയിട്ടിരിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് മസ്കാര.
നമ്മൾ മസ്കാര ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനൊരു ഉണർവ് വരും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാം, നമുക്ക് മേക്കപ്പ് ചെയ്യാൻ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് സാധനങ്ങൾ വേണം എന്നില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും കൊണ്ട് വെച്ച് നമുക്ക് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മളതെങ്ങനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അങ്ങനെ മസ്കാരയും ഇട്ട് കഴിഞ്ഞു. ഇപ്പം തന്നെ കണ്ടോ, ഇപ്പം തന്നെ നമ്മുടെ ഫേസിൽ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പോകുന്ന ബ്ലഷ് എൽഫിൻ്റെ ഒരു ബ്ലഷാണ്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് UK കൊണ്ടുവന്നതാണ്. ഓക്കെ, എൻ്റെ കുറച്ച് ചബ്ബി ഫേസ്, അപ്പോൾ ചബ്ബി ഫേസ് ഉള്ള ആൾക്കാർ ഇവിടെ ഇടരുതെന്നൊക്കെ പറയും. നമുക്കങ്ങനെ വലിയ മേക്കപ്പ് റൂൾസ് ഒന്നും നമ്മൾ ഫോളോ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എവിടെ വേണം. ആരോ കറണ്ട് അടിച്ച പോലത്തെ ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. ബ്ലഷ് ഇട്ടു. ഇനിയാണ് നമ്മൾ ലിപ്സ്റ്റിക്. എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ളൊരു സാധനമാണ് ഇത് ഷാർപ്പൻ ചെയ്യാനുള്ളത്. എൻ്റെ ഒരു എന്നാണ് വായിക്കുന്ന അറിയില്ല, അത് ഇടാം. ഇതൊരു പേർപ്പിളല്ല, ഓക്കെ, വി കൻ ഫിക്സ് ദിസ്. വേണമെങ്കിൽ ഇതിനെ ഒന്നും ഒരു കുറച്ചു ഈ ബ്രൈറ്റ്നെസ് കുറച്ച് കുറയ്ക്കാൻ വേണമെങ്കിൽ അങ്ങനൊരു കണ്ടോ, ഒരു ബ്രൗൺ കളറിൽ നോക്കൂ. ഇനി എനിക്ക് എൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്യണം. വേറെ എന്തെങ്കിലും കമ്മലിടുമായിരിക്കും ഒക്കെ. ഡ്രസ്സ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെ കഴിയും, മേക്കപ്പ് കഴിയും, സിമ്പിൾ.